ചോദ്യം വായിക്കുക. ഒരു സംഖ്യയും സംഖ്യയുടെ മൂന്നിലൊന്നും കൂട്ടിയാൽ 84 കിട്ടും. എങ്കിൽ സംഖ്യ ഏത്? ഇത് നമുക്ക് സാധാരണ എക്സിറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു തരാം, അല്ലാതെ വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാവുന്ന ഫാസ്റ്റ് മെത്തേഡും കാണിച്ചു തരാം. ആദ്യം നമുക്ക് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞു നോക്കാം. നമുക്കിവിടെ സംഖ്യ എക്സ് എന്ന് നമുക്ക് എടുക്കാം. സംഖ്യ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സംഖ്യ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എടുക്കാം. ഇനി സംഖ്യ, ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? സംഖ്യയും എന്ന് വെച്ചാൽ എക്സ്, സംഖ്യയുടെ മൂന്നിലൊന്നും എന്ന് വെച്ചാൽ x/3. ഇവ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 84 എന്ന് കിട്ടുക. ഈ 3 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര? 3x, പിന്നെ ഇവിടെയുള്ള എക്സ് കാണിച്ചു, ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 84. ഈ ഇൻറ്റു 3നെ ഞാൻ അങ്ങോട്ട് കൊടുത്തു, അപ്പോൾ ഇവിടെ 84 ഇൻറ്റു 3 എന്ന് വന്നിട്ടുണ്ട്. ഈ 3x എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4x എന്ന് കിട്ടാം. അപ്പോൾ എക്സ് എത്രയായിരിക്കാം? അവിടെയുള്ള 84 ഇൻറ്റു 3/4, 4ഉം 84ഉം കൂടെ വെട്ടാം, 21. 21 ഇൻറ്റു 3 എത്ര? 63 എന്നാണ് എക്സിൻ്റെ വില. നമ്മുടെ സി ആണ് ഓപ്ഷൻ. ഇതാണ് നമ്മൾ ഒറിജിനലായിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ ചോദ്യം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ എത്ര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 84 എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ 84 എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സംഖ്യയും സംഖ്യയുടെ മൂന്നിലൊന്നെന്നാണ്. അപ്പോൾ ഈ മൂന്നിലൊന്ന് കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നിന്നോട്ടെ, 3. ഈ 3 ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 4. കുറക്കാനാണെങ്കിൽ തമ്മിൽ കുറക്കുക. കിട്ടിയോ? ആ കിട്ടിയിരിക്കുന്ന സംഖ്യ ഉണ്ടോ, അയാളെ നേരെ തിരിച്ചങ്ങ് എടുക്കുക. എത്രയാണ്? 3/4. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കിട്ടുന്ന സംഖ്യ നമ്മൾ എഴുതി വെച്ചിട്ടില്ല, അത് തമ്മിൽ വെറുതെ ഗുണിച്ചാൽ മതി. കണ്ടോ? 4ഉം 84ഉം കൂടെ 21. 21 ഇൻറ്റു 3 എത്ര? 63 എന്ന് കിട്ടും. അപ്പം ഇവിടെ മൂന്നിലൊന്ന് എന്നുള്ളത് ഇങ്ങനെ 4/3 ആയത് മനസ്സിലായല്ലോ. 3 താഴെ തന്നെ എഴുതണം. കൂട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 3 + 1 4. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് വെറുതെ ആ 84 ഇൻറ്റു ചെയ്താൽ മതി, നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനിത് ചെയ്ത് വീഡിയോ ഇടുക. ഒരു സംഖ്യയും സംഖ്യയുടെ 2/5 കൂട്ടിയാൽ 91 കിട്ടും. എങ്കിൽ സംഖ്യ ഏത്? എന്ത് ചെയ്യണം? 91 ഇൻറ്റു നിങ്ങൾ തിരിച്ചിട്ട് 5/7 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം 5ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 7, അപ്പോൾ 7 മുകളിൽ വരും, താഴെ 5 വരും. അതിൻ്റെ റെസിപ്രോക്കലായ 5/7, 5 മുകളിലും 7 താഴെയും വരും. അങ്ങനെ നമുക്ക് കിട്ടും ആൻസർ. അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതുപോലെ അടുത്തത്, ഒരു സംഖ്യയിൽ നിന്ന് സംഖ്യയുടെ 3/4 അഥവാ 4ൽ 3 കുറച്ചാൽ 17 കിട്ടും. എങ്കിൽ സംഖ്യ ഏത്? ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3/4 ആണ് അല്ലേ? അപ്പോൾ കുറച്ചാൽ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ 4 താഴെ തന്നെ എഴുതണം. 3ഉം 4ഉം തമ്മിൽ ഡിഫറൻസ് 1, ആ 1 മേളിൽ പോവും. ആ 1/4ൻ്റെ റെസിപ്രോക്കൽ അഥവാ 4, 17 ഇൻറ്റു 4/1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സംഖ്യ കിട്ടും. അടുത്ത ഇതുപോലെ തന്നെ ഒരു സംഖ്യയും സംഖ്യയുടെ 7/1 കൂട്ടിയാൽ 160 കിട്ടും. എങ്കിൽ സംഖ്യയുടെ 2/5 എത്ര? ഒന്ന് ചെയ്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് ആൻസർ ഇടുന്നതായിരിക്കും.